സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ പറയുന്നത് ഒരു സ്കൂളിൽ ഒരു ഷോപ്പ് ഉണ്ട്. ആ ഒരു ഷോപ്പിൽ നോട്ട് ബുക്ക് വാങ്ങിയ ആ ഒരു എണ്ണത്തിൻ്റെ കണക്കാണ് 6 മാസത്തിൻ്റെ ഉള്ളിൽ ഓരോ മാസം എത്രയാണെന്നുള്ളതാണ് വന്നത്. ഇവിടെ ജൂൺ ഇതാ ഇത്രയാണ്, ജൂലൈ 130, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ, നവംബറിൽ ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ബാർ ഗ്രാഫ് വരയ്ക്കണം. ബാർ ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ മാസത്തെ കണക്ക് ഇവിടെ എഴുതാം. ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒരു രീതിയിലല്ലേ ഡിസംബർ ഇല്ല, നവംബർ വരെ 6 മാസമല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാറ്? ഓരോ മാസം എത്രയാണെന്ന് എഴുതാം. ജൂണിൽ എത്രയായിരുന്നു? ജൂണിൽ 140. ജൂലൈയിലോ? ജൂലൈയിൽ 130. ഓഗസ്റ്റിൽ 150. ഇനി സെപ്റ്റംബറിൽ 160. അതെല്ലാം കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ 120, നവംബറിൽ 150. ഇനി ഇതിൻ്റെ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും അല്ലേ? ആ ഒരു ലൈൻ ഫസ്റ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ലൈനും വരയ്ക്കും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഓരോന്ന് മാർക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ഇത് 100ൽ നിന്ന് തുടങ്ങാൻ വിചാരിക്കും. എത്രയിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഞാൻ ഇവിടെ 100 എന്ന് എഴുതി. ഇതെന്ന് പറഞ്ഞത് 110, ഇത് 120, 130, 140, 150 ഇങ്ങനെ മാർക്ക് ചെയ്യാം. 150 ആണ് ലാസ്റ്റ്. പിന്നെ 160 ഉണ്ട്. അപ്പോൾ 160 കൂടെ ഇട്ട് ഇനി ഒരു 170 ജസ്റ്റ് എന്ന് പറഞ്ഞ ഡേറ്റ് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ജൂണത്തത് വരയ്ക്കാം. ജൂണിൽ എത്രയാണ് പറഞ്ഞത്? 140. ഇപ്പോൾ 140 വരെയാണ് ആരുണ്ടാവുക? ജൂൺ ഉണ്ടാവുക. ഇതാണ് ജൂൺ. ഇനി ജൂലൈയിലോ 130. അപ്പോൾ ജൂലൈ ഈ ഒരു 130 വരെയാണ് ഇത് വരയ്ക്കുക. ജൂലൈ. അടുത്തത് ഓഗസ്റ്റ്. ഓഗസ്റ്റിൽ ഇത് ഇത്ര വരെ ഉണ്ടാവും? 150 വരെ. ഇതാണ് ഓഗസ്റ്റ്. ഇതിൻ്റെ അടിയിൽ ഓഗസ്റ്റ് എന്ന് എഴുതണം കേട്ടോ. അടുത്തത് സെപ്റ്റംബറിൽ 160. ഇതാണ് 160. ഇതാണ് സെപ്റ്റംബർ. ഒക്ടോബറിൽ 120. ഒക്ടോബർ. നവംബറിൽ 150. അപ്പോൾ ഇത് നമ്മൾ വൃത്തിക്ക് നല്ലപോലെ വരച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിക്കാം. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതണ നോട്ട്ബുക്ക് ആ വിറ്റ എണ്ണമാണ്, ഇത് മാസങ്ങളാണെന്ന് എഴുതിയിട്ട് ഇതുപോലെ വരയ്ക്കാം. എന്നിട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കളർ ചെയ്യണം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോർജ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ വീട്ടിൽ കഴിഞ്ഞ മാസം എത്തിയ ഒരു എക്സ്പെൻസ് ഉണ്ടാവില്ല, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് ഓരോ കാര്യത്തിൽ എത്ര രൂപയാണ് ചിലവായതെന്ന് കിട്ടും. അതായത് ഫുഡിന് ഇത്ര, ഡ്രസ്സിന് ഇത്ര, അങ്ങനെ ഓരോന്ന് എന്താവും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാർ ഗ്രാഫ് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റ് ഞാൻ ആ ഡീറ്റെയിൽസ് എഴുതാം കേട്ടോ. അതായത് ഫുഡിന് എത്ര രൂപ ചിലവായിട്ടുണ്ട്? 2000. നെക്സ്റ്റ് ഡ്രസ്സിന് വേണ്ടിയിട്ട് ഡ്രസ്സിന് എത്ര രൂപയായിരുന്നു? ഡ്രസ്സിന് 900 അല്ലേ? ഓക്കെ, ഡ്രസ്സിന് 900. ഈ നെക്സ്റ്റ് ഏതാണ്? ട്രാവൽ, അതുപോലെ എഡ്യൂക്കേഷൻ, പിന്നെ മെഡിസിൻ, ബാക്കി എല്ലാത്തിനും കൂടി. അപ്പോൾ ട്രാവലിനും എഡ്യൂക്കേഷനും അതിനെല്ലാത്തിനും കൂടെ ഒക്കെ നോക്കട്ടെ കേട്ടോ. ട്രാവൽ 400, 700, 600, 800 അല്ലേ? 400, 700, 600, 800. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കും, ദെൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കും. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുക. നമ്മളിപ്പോൾ 250 മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാം. 250, 500, 750, പിന്നെ എത്രയാ? 1000, ദെൻ 1250, പിന്നെ 1500, 1750. എത്ര വേണമെങ്കിലും ഇവിടെ കേട്ടോ. ഡിസ്റ്റൻസ് സെയിം ആവണമെന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് 500, 600, അങ്ങനെ 100, 200, 300 അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ,
ഇനി 2000. ഇനി ഇത് വരയ്ക്കുന്ന സമയത്ത് ഫുഡിനാണ് ഏറ്റവും കൂടുതൽ 2000. ഫസ്റ്റിലെ ഫുഡിൻ്റെ അല്ലേ, അത് നമ്മൾ ഫസ്റ്റായിട്ട് വരച്ചു. ഇതെന്തിനാണ്? ഫുഡിന് വേണ്ടിയിട്ട് 2000. ഈ നെക്സ്റ്റ് ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇതല്ലേ 800, ഡ്രസ്സിന് വേണ്ടി 900. ഇത് ഈ 1000ൻ്റെ കുറച്ച് താഴെ വരെ ഉണ്ടാവും അല്ലേ ഡ്രസ്സിന് വേണ്ടിയിട്ട്. ഇതാണ് ഡ്രസ്സിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഇത്ര വരും. ട്രാവൽ ചെയ്യാൻ 400 അല്ലേ, അപ്പോൾ എത്രയല്ലേ വരിക? ട്രാവൽ. നെക്സ്റ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്രയാ? 700. ഇപ്പോൾ 750ൻ്റെ കുറച്ച് താഴെ. ഇതാണ് എന്തിനു വേണ്ടിയിട്ട്? എഡ്യൂക്കേഷൻ. ഇനി മെഡിസിന് വേണ്ടിയിട്ടും കുറച്ചില്ലേ എഡ്യൂക്കേഷൻ. ഇനി മെഡിസിന് വേണ്ടിയിട്ട് ഇതേ ഇത്ര വരും ഏകദേശം. മെഡിസിൻ. ഇനി നെക്സ്റ്റ് ബാക്കി എല്ലാത്തിനും കൂടി എത്രയാണ്? 800. 750ൻ്റെ കുറച്ച് മുകളിൽ. ഇത് ബാക്കി എല്ലാത്തിനും കൂടി. ഇനി ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ആണോ? എങ്ങനെയാണ് വരയ്ക്കുന്നത് നേരത്തെ കണ്ടില്ലേ, അത് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ള ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.